ഈ വർഷം 1,32,00,000 രൂപ കൃഷിദർശൻ പരിപാടിക്കായിട്ട് നീക്കിവെച്ചിട്ടുണ്ട്. ഒല്ലൂക്കരയിൽ, തലശ്ശേരി, നെടുമങ്ങാട്, ഹരിപ്പാട് ഇവിടങ്ങളിലെല്ലാം കൃഷിദർശൻ പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി. 11 ഉത്തരവുകളും സർക്കുലറുകളും കൃഷിയിടങ്ങളിൽ വെച്ച് ഇറക്കുന്ന തരത്തിലേക്ക് എത്തി. അത്തരം സഹായങ്ങൾ ലഭ്യമാകുന്ന തരത്തിലേക്ക് എത്തി. കർഷകരെ സഹായിക്കാൻ വേണ്ടി കൃഷിവകുപ്പ് ഒട്ടേറെ പദ്ധതി നടപ്പിലാക്കുന്ന കൂട്ടത്തിൽ കൃഷി ദർശൻ എന്നൊരു പരിപാടി വളരെ രസകരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ സ്കീമിൻ്റെമായി ബന്ധപ്പെട്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്, അതിനെ സംബന്ധിച്ച് പറയാൻ പറ്റുമോ? ഇനി ഈ ബഡ്ജറ്റിൽ അതിനുവേണ്ടി പണം വകയിരുത്തിയിട്ടുണ്ടോ എന്നും കൂടെ ഒന്ന് വ്യക്തമാക്കി തരാമോ? കൃഷി വകുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെല്ലാം അടങ്ങുന്ന ഒരു സംഘം, മന്ത്രി ഉൾപ്പെടെ എല്ലാവരും 3 ദിവസക്കാലം ആ കാർഷിക ബ്ലോക്കിൽ കൃഷിയിടങ്ങൾ സന്ദർശിച്ചും കർഷകരുമായിട്ട് ആശയവിനിമയം നടത്തിയുമെല്ലാം ഒരു വലിയ കർഷക സഭകളൊക്കെ ചേർന്നും നടത്തിയൊരു പുതിയ പരിപാടിയായിരുന്നു കൃഷി ദർശൻ എന്നുള്ളത്. നമ്മുടെ മുമ്പിൽ വേറെ മോഡലുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അങ്ങനെ കൃഷി ദർശൻ എന്നൊരു പരിപാടി നമ്മൾ നടത്തുകയും ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കർഷകർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് അപ്പോൾ തന്നെ പരിഹാരം കാണുന്നില്ല. അതുകൊണ്ടാണ് എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും കൃഷിയിടങ്ങളിലേക്ക് വരുന്നു എന്ന തരത്തിലേക്ക് എത്തിയത്. കേരളത്തിൽ നിരവധിയായ ഇടങ്ങളിൽ നമ്മൾ ഒല്ലൂക്കരയിൽ, തലശ്ശേരി, നെടുമങ്ങാട്, ഹരിപ്പാട് ഇവിടങ്ങളിലെല്ലാം കൃഷിദർശൻ പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി സാധാരണ ഒരു സർക്കാർ ഉത്തരവ് ഇറങ്ങുന്നത് സെക്രട്ടേറിയറ്റിൽ നിന്നാണ്. ഡയറക്ടറേറ്റിൽ നിന്ന് അതിൻ്റെ സർക്കുലർ അതുപോലൊക്കെ ഇറങ്ങാറുണ്ട്. എന്നാൽ കൃഷിയിടങ്ങളിൽ വെച്ച് തന്നെ കർഷകർ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന പരിപാടിയായിട്ടാണ് കൃഷി ദർശൻ പരിപാടി നടപ്പിലാക്കിയത്. 11 ഉത്തരവുകളും സർക്കുലറുകളും കൃഷിയിടങ്ങളിൽ വെച്ച് ഇറക്കുന്ന തരത്തിലേക്ക് എത്തി. അത്തരം സഹായങ്ങൾ ലഭ്യമാകുന്ന തരത്തിലേക്ക് എത്തി. നിരവധിയായ കർഷകർ, 100 കണക്കിന് കർഷകർ പുതുതായി കൃഷിയിലേക്ക് പുതിയ കൃഷിയിടങ്ങൾ രൂപപ്പെട്ടു. അതിൻ്റെ വിശദാംശങ്ങൾ എല്ലാം ഉണ്ട്. അത്തരം ഒരു വലിയ മെച്ചം ഉണ്ടാകുന്ന തരത്തിലേക്ക് എത്തി. ഈ വർഷം 1,32,00,000 രൂപ കൃഷിദർശൻ പരിപാടിക്കായിട്ട് നീക്കിവെച്ചിട്ടുണ്ട്. തരിശുഭൂമികൾ കൃഷിയോഗ്യമാക്കാനായി, കർഷക പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനും പരിഹാരം കൈക്കൊള്ളുന്നതിനും സാധ്യമായി. കർഷകരും കൃഷി ഉദ്യോഗസ്ഥരുമുള്ള ബന്ധം സുദൃഢമാക്കാൻ കഴിഞ്ഞു. മറ്റ് പല മണ്ഡലങ്ങളിലും സമാനമായ രീതിയിലുള്ള കൃഷി ദർശന പേരിൽ അല്ലെങ്കിൽ പോലും ഞാൻ ഇരിക്കൂർ മണ്ഡലത്തിലടക്കമുള്ള പരിപാടി കഴിഞ്ഞ ദിവസം നടത്തിയതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് അത് പറയുന്നത്. സാർ, ഈ വന്യജീവി പ്രശ്നം മൂലം ഉണ്ടാകുന്ന വിഷയങ്ങൾ കൃഷിക്കാർ ശ്രദ്ധയിൽപ്പെടുത്തനുസരിച്ചിട്ടാണ് കൃഷി വകുപ്പ് കൂടി ആ രംഗത്തേക്ക് ഇടപെടാൻ തീരുമാനിച്ചത്. കൃഷി ദർശൻ്റെ ഭാഗമായിട്ടാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുകയും കൃഷി വകുപ്പിൻ്റെ പണത്തിൽ നിന്ന് കൂടി വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് വേണ്ടി പണം നീക്കിവെക്കുന്ന തരത്തിലേക്കല്ല വെച്ചത്. അതുകൊണ്ട് കൃഷി ദർശൻ എന്നത് പുതിയൊരു പരിപാടിയും പുതിയ അനുഭവവും കേരളത്തിൻ്റെ കാർഷിക മേഖലയ്ക്ക് വലിയ മെച്ചമുണ്ടാക്കി തരുന്നതായ ഒരു കാര്യമാണ്. ഈ കൊല്ലത്തെ ബജറ്റിൽ നീക്കിവെച്ച തുകയ്ക്കനുസരിച്ച് മറ്റു ഇടങ്ങളിലേക്ക് കൂടി കൃഷി ദർശൻ പരിപാടി വ്യാപിപ്പിക്കുന്നതായിരിക്കും.